ബദറിൻ്റെ തലേന്ന് രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോളിൽ അണിഞ്ഞിരുന്ന ഷോള് താഴെ വീഴുമാറ് അത്രയും തൻ്റെ കരങ്ങൾ ഉയർത്തി എന്ന് പറയുന്നുണ്ട്. അല്ലാഹുമ്മ അൻജസ്ലീമാ വഅത്തനി, അല്ലാഹുമ്മ ആത്തിമാ വഅത്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ് ഫിൽ അർള്. അല്ലാഹുവേ, നീ എന്നോട് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റണേ തമ്പുരാനെ. പടച്ചവനെ, നീ എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം നീ പൂർത്തീകരിക്കണേ അല്ലാഹുവേ, ഈ ഇസ്ലാമാകുന്ന കൊച്ചു സംഘം ഇവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവർ അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ പങ്കുവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകൻ്റെ കൈകൾ താഴ്ത്തിയിട്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. റസൂലെ, വിജയം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പടച്ചവൻ, അതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രാർത്ഥനകളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് പറയുന്ന ആ സവിശേഷമായ ഗുണവും ഏത് പ്രതീക്ഷയുടെ ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കൈമോശം സംഭവിക്കാതെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം ബദറിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മളുമായിട്ട് ആ ചരിത്രം പങ്കുവെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.